ഞാൻ തന്നെ ആകുമായിരുന്നു ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ മലയാളി. അത് ലിഫ്റ്റ് ചെയ്ത് ഒരു 72 സെക്കൻഡ് ആയപ്പോഴത്തേക്കും വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായിരുന്നു. പോയി എൻ്റെ സകല സ്വപ്നങ്ങളും തീർന്നു ഇതോടെ. നാൽപ്പത് വർഷം മുമ്പേ എനിക്ക് നഷ്ടപ്പെട്ടൊരവസരമാണിത്. ഞാൻ ആഗ്രഹിച്ചതുപോലെ മറ്റെല്ലാവരും ആഗ്രഹിച്ച പോലെ ഒരു ആക്സിഡൻറ്റ് ചലഞ്ചർ എന്ന സ്പേസ് ഷട്ടിലിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ ആകുമായിരുന്നു ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യ മലയാളി. ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഒരു വർഷം മുമ്പ് തന്നെ രാകേഷ് ശർമ്മ ഒരു റഷ്യൻ സ്പേസ് ക്രാഫ്റ്റ് കയറി പോയിട്ടുണ്ട്. മലയാളി എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെയാണ്. ഞാൻ പോകേണ്ടിയിരുന്നത് ഇവിടെ നാസയുടെ ഷട്ടിൽ. അന്ന് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ആദ്യ തലമുറ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ നമുക്കുള്ള അതിന് പ്രാപ്തി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇൻസാറ്റ് 1 സീരീസ് വാസ്തവത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇന്ത്യയിലെ കമ്മ്യൂണിക്കേഷൻ ആ ഒരു മേഖലയിൽ ഒരു പുതു യുഗമാണ് അത് ഉണ്ടാക്കിയത്. നാലെണ്ണത്തിന് നമ്മൾ അമേരിക്കയിലെ ഫോർഡ് എയറോസ്പേസ് കോർപ്പറേഷൻ എന്ന കമ്പനിയുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അവർ സാറ്റലൈറ്റ് നമ്മുടെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് അനുസരിച്ച് അവർ സാറ്റലൈറ്റ് ഉണ്ടാക്കും. നാസയുടെ മറ്റ് അവരയക്കും. അപ്പോൾ ആദ്യത്തെ 2 സാറ്റലൈറ്റ് എയും ബിയും ഇൻസാറ്റ് 1A B അത് നമ്മുടെ സാമ്പ്രദായിക രീതിയിലുള്ള കൺവെൻഷണൽ ഈ ലോഞ്ച് വെഹിക്കിൾസ് വിക്ഷേപണ വാഹനം വെച്ച് വിക്ഷേപിച്ചു. അപ്പോൾ 3ഉം 4ഉം അതായത് C and D ഇൻസാറ്റ് 1 C and D അപ്പോഴത്തേക്കാണ് നമ്മുടെ ഈ നാസ ഈ ഷട്ടിലൊരു പുതിയ ഓഫർ വെച്ചത്. നിങ്ങൾ ഈ സാറ്റലൈറ്റ് സിയും ഡിയും 2 എണ്ണം ഷട്ടിൽ ഉപയോഗിച്ച് ലോഞ്ച് ചെയ്യൂ. അതിന് പകരം ഒരു പാക്കേജ് പോലെ നിങ്ങളുടെ ഒരു ആസ്ട്രോനോട്ടിനെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ 2 സാറ്റലൈറ്റ് ഉണ്ട്, 2 വെവ്വേറെ ഫ്ലൈറ്റ്സാണ്. അപ്പോൾ 2 ആസ്ട്രോനോട്ട്സിന് പോകാം, അതിന് പ്രത്യേകം ചാർജൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നപ്പോൾ ഇസ്രോയിൽ ഒരു ഇൻറ്റേർണലായിട്ട് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടായിരുന്നു. വോളണ്ടിയേഴ്സിനെ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫറുണ്ട്, താല്പര്യമുള്ള ആളുകൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് പ്രകാരം ഒരു 400ഓളം ആളുകൾ അന്ന് അപ്ലൈ ചെയ്ത് കാണും. എന്നിട്ട് പല സ്റ്റേജുകളായിട്ട് അപ്പോൾ നാസ അവരുടെ ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സൊക്കെ അയച്ചു തന്നിരുന്നു. ഈ സ്റ്റാൻഡേർഡ്സിന് അത് കൺഫേം ചെയ്യുന്ന അത് മീറ്റ് ചെയ്യുന്ന ആളുകൾക്കേ അതിനെ ഒക്കുള്ളൂ, സൂട്ടബിളായിട്ട് കാണുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പല സ്റ്റേജുകളായിട്ട് ആളുകൾ എലിമിനേഷൻ വന്നു. അവസാനം 40 പേരെങ്കിലും ആയി കാണും. ഇത്രയും ആളുകളെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മെഡിസിൻ, ഇപ്പോഴതിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോസ്പേസ് മെഡിസിൻ എന്നാണ്. പഴയ സെയിം തിങ് അത് തന്നെയാണ്. അവിടെ ഈ 40 ആളുകളെ ഒരു വളരെ തറവായിട്ട് ഈ അമേരിക്കക്കാർ നാസ പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മൾ ടെസ്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 10 ദിവസം മറ്റും എടുത്തു അത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ട, വളരെ റിഗറസ് ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. കൂടാതെ അതേ തോതിൽ തന്നെ ഈ മാനസികമായിട്ടുള്ള ആരോഗ്യവും വേണം. ഏകദേശം പകുതി സമയം നമ്മളെ സൈക്കോളജിസ്റ്റുമായിട്ടും സൈക്കിയാട്രിസ്റ്റുമായിട്ടും ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂകളും ക്വസ്റ്റ്യനെയറും മറ്റുമൊക്കെ. സൈക്കോളജിക്കൽ ഫിറ്റ്നസ്സും പ്രധാനമാണ്. കാര്യം നമ്മളകത്ത് കയറിക്കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ചേംബറാണ്. എല്ലാം കൂടി ഒരു 3-4 ആളുകളെ അതിനകത്ത് കാണുള്ളൂ. അധികം ഏരിയ ഒന്നുമില്ല. കട്ടിച്ച് ഈ മുറി ഒരു ഇരട്ടി ഇവിടെ കാണും. അന്നൊക്കെ ഈ ഫ്ലൈറ്റ് ഏകദേശം 10 ദിവസമാണ് ലാസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് സ്പേസ് സ്റ്റേഷനിൽ 7-8 മാസമാണ് അവർ ചെന്ന് താമസിക്കുന്നത്. ഈ ശരിക്കും അവർ പ്രതീക്ഷിക്കുന്ന മാനസികാരോഗ്യമില്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അരക്ഷിത ബോധം ഉണ്ടാകുകയാണെങ്കിൽ ഏത് രീതിയിലൊക്കെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. അപ്പോൾ 7 പേരുള്ളതിൽ ഒരുത്തൻ കയറി മിസ്ബിഹേവ് ചെയ്ത് തുടങ്ങിയാലേ അത് മഹാവിഷമമാണ്. എല്ലാം കൂടി കാര്യം ഓരോരുത്തർക്കും ചെയ്യേണ്ട ജോലികളുണ്ട്. അപ്പോൾ ഒരുത്തനിങ്ങനെ പണി മുടക്കി കഴിഞ്ഞാൽ വലിയ വിഷമമാണ്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരേണ്ട അത് മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഈ സൈക്കോളജിക്കൽ ടെസ്റ്റിനൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് 7 പേരായി കുറഞ്ഞു. അപ്പോൾ 7 പേരായി കുറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ISROയുടെ ലെവലിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ നടത്തി. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ISRO ചെയർമാനായ ഡോക്ടർ UR റാവു അങ്ങേരായിരുന്നു അതിൻ്റെയും ചെയർമാൻ. കൂടാതെ അമേരിക്കയിൽ നിന്നൊരു ആസ്ട്രോനോട്ട് വന്നിരുന്നു, പോൾ വെയ്റ്റ്സ് എന്നൊരു ആസ്ട്രോനോട്ട്, പിന്നെ നമ്മുടെ രാകേഷ് ശർമ്മ, പിന്നെ ഞങ്ങളുടെ പല സെൻറ്ററുകളുടെയും ഡയറക്ടർമാർ എല്ലാം കൂടി ചേർന്ന് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. ആ ഇൻ്റർവ്യൂവിന് ശേഷം ഞങ്ങളുടെ 2 പേരെ
ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഞാനും പിന്നെ ISRO സാറ്റലൈറ്റ് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ഒരു ഭട്ട്. ബാക്കി ഞങ്ങളുടെ ട്രെയിനിങ് മാസങ്ങളോ 7-8 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ബാംഗ്ലൂരിലെ എയർഫോഴ്സിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മെഡിസിൻ. അപ്പോഴാണ് നമ്മളെ ഈ ഒരു ജെറ്റ് ട്രെയിനർ പ്ലെയിനിൽ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരായിട്ട് പൈലറ്റും വശത്ത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളിരിക്കും. അല്ല ട്രിക്ക് ഫ്ലൈയിങ്, സകലവിധ എയറോബാറ്റിക്സും ചെയ്യും. ഇങ്ങനെ സ്പിന്നിങ് പല അതെല്ലാം ഫൈറ്റർ പൈലറ്റ്സിനും പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെയും. കാര്യം ഇതൊക്കെ നാസ പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഞങ്ങളിവിടെ ബാക്കി ട്രെയിനിങ് റുട്ടീനായിട്ടുള്ള ട്രെയിനിങ് തുടങ്ങി. അവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഈ ബാംഗ്ലൂരിൽ. ജാനുവരി മാസം 86 നമ്മൾ അമേരിക്കയിൽ പോയി. 86 സെപ്റ്റംബറിൽ ആകേണ്ടിയിരുന്നു ആദ്യത്തെ നമ്മുടെ ആരെങ്കിലും ഒരാൾ പോകേണ്ട ഫ്ലൈറ്റ്. അപ്പോൾ ജാനുവരിയിൽ ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് വേണ്ടി സാറ്റലൈറ്റ് ഉണ്ടാക്കുന്ന ഫോർഡ് എയറോസ്പേസ്, അത് അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്താണ്, കാലിഫോർണിയയിലാണ്. ഇവിടെ ലോഞ്ചൊക്കെ ചെയ്യുന്നത് ഈസ്റ്റിൽ നിന്നാണ്, മയാമി, കേപ്പ് കെന്നഡി. അപ്പോഴെന്ത് പറ്റി, ഞങ്ങൾ ഈ സാറ്റലൈറ്റിനെയൊക്കെ കുറിച്ച് ഡിസ്കഷൻ നടക്കുന്ന കാലത്താണ് ഈ ലോഞ്ച്. ജാനുവരി 28, 1986, ഏകദേശം ഒരു 10 മണിയായി, ഏകദേശം മറന്നുപോയി. അപ്പോൾ നമ്മളൊക്കെ ഇത് TV യിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ലിഫ്റ്റ് ചെയ്ത് റോക്കറ്റ് ചലഞ്ചർ അത് ലിഫ്റ്റ് ചെയ്ത് ഒരു 72 സെക്കൻഡ് ആയപ്പോഴത്തേക്കും വലിയ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. ഒരു ഭയങ്കര ഒരു ബോൾ ഓഫ് ഫയർ, ഭയങ്കര ഒരു ബോളാണ് ഫയർ. അതിനകത്ത് ഉണ്ടായിരുന്ന 7 പേരും തൽക്ഷണം മരിച്ചു കാണണം. അത് സർവൈവ് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അതിനെ തുടർന്ന് ഞങ്ങൾ അതിന് ശേഷം വാസ്തവത്തിൽ ലോഞ്ച് സെൻറ്ററിൽ പോയി അവിടുത്തെ ഡിസ്കഷനൊക്കെ നടത്തേണ്ടിയിരുന്നതാണ്. അപ്പോൾ ഇത് വന്നതോടെ അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഞങ്ങൾ കേപ്പ് കെന്നഡി പോകണ്ട എന്നുള്ളതായിരുന്നു. പിന്നെ അപ്പോൾ പറഞ്ഞു 6 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇതൊക്കെ റെസ്യൂം ചെയ്യുമെന്ന് നാസാക്കാരൻ നമ്മളോട് പറഞ്ഞതുകൊണ്ട് ഞാനും ഭട്ടും പിന്നെ മറ്റ് രാജ്യക്കാരുണ്ട്, ജാപ്പനീസും ജർമ്മൻസും എല്ലാം, നമ്മളൊക്കെ അവനവൻ്റെ നാടുകളിൽ പോയി. പിന്നെ ഞാനും ഭട്ടും തിരിച്ചു വന്നിട്ട് ബാംഗ്ലൂരിൽ തന്നെ ട്രെയിനിങ് തുടർന്നു. അപ്പോൾ ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടും ഒരനക്കമില്ല. അപ്പോഴത്തേക്കും അവരൊരു വലിയ നോബൽ പ്രൈസ് വിന്നേഴ്സുമൊക്കെ ഉള്ള ഒരു എൻക്വയറി കമ്മീഷനൊക്കെ വച്ചു. അവർ വളരെ ഡീറ്റെയിൽഡായിട്ട് നോക്കിയപ്പോൾ ഇത് എക്സാക്ട് കോസ് ഓഫ് ഫെയിലിയറൊക്കെ കണ്ടുപിടിച്ചു. അതെങ്ങനെ കറക്റ്റ് ചെയ്യണമെന്നുള്ളൂ അവർ മനസ്സിലാക്കി. പക്ഷേ അതിനോടൊപ്പം വേറെ ധാരാളം ഈ വീക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും ഫെയിൽ ചെയ്യാവുന്ന. അപ്പോൾ അത് ഏതായാലും റിസ്ക് എടുക്കുന്നില്ല. അപ്പോഴത്തെ കാരണം നമ്മൾ പ്രതിവിധി കണ്ടിട്ട് ബാക്കി കാര്യങ്ങളും എല്ലാം റെമിഡി ചെയ്തിട്ടേ ഫ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ അതൊക്കെ ആയപ്പോൾ 4 കൊല്ലമായി. അപ്പോഴത്തേക്കും നമുക്കിവിടെ ക്ലിയറായി, ഇത് അറിയിക്കുകയും ചെയ്തു കുറേ കാലം പിടിക്കും. അങ്ങനെ ഒരു 6 മാസത്തിലൊന്നും റെസ്യൂം ചെയ്യില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും, നാസ എന്ന് കേട്ടപ്പോഴത്തേക്കും ഞങ്ങളെയൊക്കെ എന്നെയും ഭട്ടിനെയും അവനവൻ്റെ പഴയ സെൻറ്ററുകളിലേക്ക് തിരിച്ചു വിട്ടു. ഭട്ട് ഇവിടെ പോയി ബാംഗ്ലൂരിൽ സാറ്റലൈറ്റ് സെൻറ്ററിൽ, ഞാനിവിടെ VSSയിലും വന്നു. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് പിന്നെ അവിടെ ജോലി ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സിൻ്റെ ഗ്രൂപ്പ് ഡയറക്ടറായിട്ടാണ് ഞാനിവിടെ വന്നിട്ട് ചേർന്നത്. അവസാനം ഞാൻ വേറെ ചില പ്രോജക്റ്റുകൾ GSLV പ്രോജക്റ്റിലും എൻ്റെ അവസാനത്തെ 5 കൊല്ലം അവിടെ വലിയ മല ലിക്വിഡ് പ്രൊപ്പൾഷൻ അവിടെയായിരുന്നു ജോലി ചെയ്തത്. ഞാൻ 2003 ഞാൻ റിട്ടയർ ചെയ്തു. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 23 കൊല്ലമായി ഞാൻ റിട്ടയർ ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ ഇത് TV യിൽ കണ്ടുകൊണ്ടിരുന്നു അന്ന്, റിയൽ ടൈം തത്സമയം. വാസ്തവത്തിൽ ആദ്യം ഒരു ഷോക്കായിരുന്നു, അവിടെ എല്ലാവർക്കും ഷോക്കായിരുന്നു. പിന്നെയാണ് പെട്ടെന്നൊരു റിയലൈസേഷൻ, പോയി എൻ്റെ സകല സ്വപ്നങ്ങളും തീർന്നു ഇതോടെ. അവർ 6 മാസം എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് പിന്നീടാണ് പറഞ്ഞത്. ചാൻസൊക്കെ പോയി. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. 4 വർഷം കഴിഞ്ഞപ്പോൾ തുടർന്നപ്പോൾ അവരൊരു പോളിസിയിലൊരു ചേഞ്ച് വരുത്തി നാസാക്കാർ. ഇനി കൊണ്ടുപോകുന്നവരെ ഫോറിൻ നാഷണൽസിനെ കൊണ്ടുപോകില്ല, അമേരിക്കൻ നാഷണൽസിനെ മാത്രമേ ഉള്ളൂ. പിന്നെ വേറെയും ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. കാര്യം അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ ചോദിച്ചേക്കാം ഇത് കേൾക്കുമ്പോൾ, കൽപ്പന ചാവളയും സുനിത വില്യംസും ഒക്കെ എങ്ങനെയാണ് പോയത്? ശരിയാണ്, അവർ ഇന്ത്യൻ വംശജരാണ്, പക്ഷേ അവർ അമേരിക്കൻ സിറ്റിസൺസാണ്, നമ്മളതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാൻസൊക്കെ പോയി. പിന്നെ എത്രയോ വർഷം നമ്മുടെ ഇന്ത്യക്കാരും ഫ്ലൈ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് തൊട്ട് മുമ്പേ 1984 രാകേഷ് ശർമ്മ സോയൂസ് എന്ന് പറഞ്ഞ റഷ്യൻ ക്രാഫ്റ്റിൽ പോയത് തന്നെ. പിന്നെയാണല്ലോ നമ്മൾ ഗഗൻയാൻ പരിപാടിയൊക്കെ തുടങ്ങുന്നതും 4 പേരെ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇന്ന് അനിൽ മേനോൻ എന്നൊരാൾ 14-ാം തീയതി പോകുന്നുണ്ട് സ്പേസ് ലാബിലേക്ക്. 6 മാസമോ 8 മാസമോ അവിടെ താമസമുണ്ട്. രാകേഷ് ശർമ്മ പോയതുപോലെ ഒരു റഷ്യൻസിൻ്റെ സോയൂസ് സ്പേസ് ക്രാഫ്റ്റിലാണ് അങ്ങേര് പോകുന്നത്.
ആദ്യത്തെ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സുനിൽ മേനോനെന്ന് നമുക്ക് പറയേണ്ടി വരും. അതിൽ അവരൊക്കെ ശരിക്കും ഫോറിൻ നാഷണൽസാണ്. ഇന്ത്യ ഗവൺമെൻറ്റും ഇസ്രോവുമായിട്ട് ബന്ധമില്ല, അത് പോകുന്നു. പക്ഷേ ആദ്യത്തെ മലയാളി എന്നുള്ള ക്രെഡിറ്റ് സുനിൽ മേനോന് തന്നെ കിട്ടും. ഇല്ലെങ്കിൽ അങ്ങേർക്ക് വേണ്ടാന്ന് പറഞ്ഞാലും നമ്മളതിനെ അവകാശപ്പെടും, മലയാളിയാണല്ലോ എന്ന് വെച്ചിട്ട്. നഷ്ടബോധം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മാസങ്ങളോളം. അതുമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറേ കാലം പിടിച്ചു. എത്ര ട്രാജിക്കായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും കാലം, ടൈം ഹീൽസ് എവറിതിങ്. കാലം നമ്മളെല്ലാം മറവിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ഇതും മറന്നു.